ഇസ്രായേൽ ലെബനോൻ വെടിനിർത്തല് രണ്ടാഴ്ചത്തേക്ക് കൂടെ നീട്ടി എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിഷ്കളങ്കരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇസ്രായേൽ ഈ സമയത്ത് ചുമ്മാ ഇരിക്കുകയായിരിക്കുന്നു? അല്ലെങ്കിൽ അവർ ഒരു ഉണ്ട പോലും പുറത്ത് വിടാണ്ട് ഇരിക്കുകയായിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല. വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വന്നാൽ ഇപ്പം നമുക്കറിയാം, അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാറുണ്ട്. ട്രംപ് ഏകപക്ഷീയമായിട്ടാണെന്നുണ്ടെങ്കിലും ആ വെടിനിർത്തൽ കരാറിന് അല്ലെങ്കിൽ ആ വെടിനിർത്തൽ സമയത്തിനെ നീട്ടിവെച്ചിട്ടുണ്ട്. ഹോർമൂസിൽ വേറെ ഉപരോധം കൊണ്ടുവരികയും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വെടിനിർത്തലിന്റെ ഇടയ്ക്ക് ഈ വാക്കുകൊണ്ടുള്ള വാക്പോരല്ലാണ്ട് ആയുധങ്ങൾ കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇസ്രായേലായിട്ട് ഒരു വെടിനിർത്തൽ കരാറ് നിലവിൽ വരുന്ന സമയത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും പല സ്ഥലങ്ങളിലും പല സമയത്തും ഇവർ വീണ്ടും പോയി വെടിവെക്കുകയും അതേപോലെ തന്നെ വീണ്ടും പോയി ബോംബിടുകയും ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേൽ ഏതൊരു രാജ്യമായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്ത് ഒരു വെടിനിർത്തൽ കരാറിലോട്ട് പോകുന്നുണ്ടെങ്കിലും അതിനെ ആദ്യം ലംഘിക്കുന്നതും ഇസ്രായേൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സെയിം കേസ് തന്നെയാണ് ലെബനോണിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലെബനോണിൽ നിങ്ങൾക്ക് അറിയോ, അതായത് ലെബനോന്റെ അതിർത്തികളിൽ നിന്നും ഏകദേശം 7-8 കിലോമീറ്ററോളം അകത്തോട്ട് കയറിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു യെല്ലോ ലൈൻ വരച്ചിട്ടുള്ളത്, ഒരു ബഫർ സോണായിട്ട് വരച്ചിട്ടുള്ളത്. ഇസ്രായേൽ ഇപ്പം നിൽക്കുന്നത് ഇസ്രായേലിന്റെ അതിർത്തികളിലല്ല, ലെബനോനിലെ ഗ്രാമങ്ങളിലോട്ട് എന്താ പറയുക അധിനിവേശം നടത്തി ലെബനോന്റെ ഗ്രാമങ്ങളിലാണ് ഇസ്രായേൽ ശരിക്കും ഈ പറയുന്ന യെല്ലോ ലൈൻ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലെബനോനിലുള്ള പല ആളുകൾക്കും അവരുടെ ഗ്രാമങ്ങളിലേക്കോ അവരുടെ വീടുകളിലേക്കോ ഈ വെടിനിർത്തലിന്റെ സമയത്ത് മടങ്ങി പോവാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ 2 ദിവസമായിട്ട് കേൾക്കുന്ന ഒരു വാർത്ത, ഒരു ജേർണലിസ്റ്റിനെ വെടിവെച്ചത്. അതായത് അമൽ ഖലീൽ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ വെടിവെച്ചത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ജേർണലിസ്റ്റുകളെ വാർഫീൽഡിൽ സാധാരണ ആൾക്കാരായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അവരെ പ്രത്യേക പ്രിവിലേജസ് ഉള്ള, അതേപോലെ തന്നെ റെഡ് ക്രോസ് പോലെയുള്ള സംഘടനകൾ സെറ്റ് ചെയ്തിട്ടുള്ള ചില മാനദണ്ഡങ്ങളും അതേപോലെ തന്നെ UN അംഗീകരിച്ചിട്ടുള്ള ചില മനുഷ്യാവകാശ ചട്ടങ്ങളുടെയൊക്കെ പേരിലാണ്, അല്ലെങ്കിൽ അത്ര അധികം പ്രിവിലേജ് ഉള്ള ആൾക്കാരാണ് വാർഫീൽഡിലെ ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഗസ ഇസ്രായേൽ വാർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിന് വാർ എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, അതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 60ഓളം ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെയാണ് ഇപ്പം ലെബനോനിലും അവസ്ഥ. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഒരു വൈറ്റ് ഫ്ലാഗ് എല്ലാം കെട്ടിവെച്ചിട്ടാണ് ഇവർ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു വാഹനത്തിന് നേരെയാണ് ഇസ്രായേൽ വെടിവെച്ചത് എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിന്റെ സ്വന്തമായിട്ടുള്ള നിയമങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇസ്രായേൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ചട്ടങ്ങളെയോ ഒന്നും ഇസ്രായേൽ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണും. അങ്ങനെ അവർ പരിഗണിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഗസയിലെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഒന്നും അവർ കൊല്ലത്തില്ലായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റിയിലും ഹോസ്പിറ്റലുകളിലൊന്നും പോയിട്ട് ഇവർ ബോംബ് ചെയ്യത്തുമില്ലായിരുന്നു. ഇപ്പൊ ഇന്നലെ വന്നിട്ടുള്ള വേറൊരു റിപ്പോർട്ടുണ്ട്. അതായത് കുറച്ച് ഈ ഇസ്രായേലി സെറ്റിലേഴ്സ് വെസ്റ്റ് ബാങ്കിലെ ഒരു സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന 3 കുട്ടികളെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. ഈ സെറ്റിലേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള ആർമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരോ അല്ല. പല രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് അവിടെ കുടിയേറി വന്നതിന് ശേഷം ഇസ്രായേൽ അവർക്ക് തോക്കും പോലെയുള്ള ആയുധങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് സാധാരണ ഫലസ്തീനികൾ ജീവിക്കുന്ന വീടുകളിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അവരവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഇവരവിടെ പൊറുതി തുടങ്ങും. ഇതാണ് അവരുടെ പരിപാടി. അങ്ങനെയാണ് ഒരു സ്കൂളിലേക്ക് ഇവർ അതിക്രമിച്ച് കയറുന്നത്. എന്നിട്ട് ആ അതിക്രമിച്ച് കയറി ഈ വെടിവെപ്പൊക്കെ നടക്കുന്ന സമയത്ത് അവിടേക്ക് IDF അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സോൾജേഴ്സ് വരുന്നുണ്ട്. സോൾജേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അറസ്റ്റ് ചെയ്യുകയൊന്നുമല്ല ചെയ്യുക, ഇവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക മാത്രമാണ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസും ഇത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണാൻ പറ്റും. അതിന് ഈ പറയുന്ന ഇസ്രായേലിനകത്ത് തന്നെ ജൂതന്മാരായിട്ടുള്ള ആളുകൾ തന്നെ പലതരത്തിലുള്ള ആക്ടിവിസം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളുണ്ട്. ഈ ഇസ്രായേലിന്റെ ജനോസൈഡിനെതിരെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ തന്നെയുള്ള ആളുകളുണ്ട്. അവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അവരോട് ഇവരെങ്ങനെ പെരുമാറുന്നു, എന്തോരം അട്രോസിറ്റിയാണ് അത്തരത്തിലുള്ള ആൾക്കാരോട് ഇവർ പെരുമാറുന്നതെന്നും കൂടെ കാണണം. അതായത് ഇവർക്കെതിരെ തടസ്സം നിൽക്കുന്ന മനുഷ്യന്മാരെ ഒന്നും തന്നെ ഇവർ മനുഷ്യരായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ഡീഹ്യൂമനൈസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ കൊല്ലുന്ന സമയത്ത് ഞാൻ കൊല്ലുന്നത് അല്ലെങ്കിൽ ഞാൻ ആക്രമിക്കുന്നത് വേറൊരു മനുഷ്യനാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. പകരം ഞാൻ ആക്രമിക്കുന്നത് മനുഷ്യനെയല്ല, വേറെ ഏതോ ജീവിയാണ്, അതൊരു പട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് വളരെ ഈസി ആയിട്ട് അതിനെ തല്ലിക്കൊല്ലാൻ പറ്റും. ഇതേ മെന്റാലിറ്റിയാണ് ബേസിക്കലി ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡീഹ്യൂമനൈസിങ് പീപ്പിൾ എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തോ
പ്രത്യേക പ്രിവിലേജ് ഉള്ള ആൾക്കാരാണ്, ഞങ്ങൾ ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് അത് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഇത് ജൂതന്മാരുടെ നാടായിരുന്നു, ഞങ്ങൾ ഇവിടെ നാട്ടിൽ പറഞ്ഞയച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബ്രഹാം അല്ലേ ഇവർക്ക് ഒരു തുടക്കം കുറിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബ്രഹാമിന്റെ നാടെന്ന് പറയുന്നത് ഏതാ ശരിക്കും? മെസൊപ്പൊട്ടോമിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെസൊപ്പൊട്ടോമിയാണ് ഞങ്ങളുടെ നാടെന്ന് പറയേണ്ട ഇവര്. ഇപ്പൊ ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഇത്തരത്തിലുള്ള കണ്ടന്റുകളും ഇങ്ങനത്തെ ആർഗ്യുമെന്റ്സ് ഒക്കെ വെക്കുന്ന സമയത്ത് അതിനെ റെഫ്യൂട്ട് ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലായിട്ടൊരു വെടിനിർത്തൽ കരാറ് മുന്നോട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് തോന്നണം, അല്ല അവർക്ക് വെടിവെച്ച് അവരുടെ കൈ കുഴങ്ങുന്ന സമയത്ത് കുറച്ചു നേരം തോക്ക് താഴെ വെക്കാനുള്ള സമയമാണ്. അപ്പോൾ അവരുടെ ക്ഷീണമെല്ലാം മാറിക്കഴിഞ്ഞാൽ അവർ തോക്കെടുക്കും, വീണ്ടും വെടിവെക്കും. അല്ലാതെ ഈ സമയം പരിധി നീട്ടി അതിന്റെ പരിധി എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം വീണ്ടും ചർച്ചയിലൂടെ ഒരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആക്രമണം നടത്തുക എന്ന് പറയുന്ന പരിപാടിയല്ല അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ബേസിക്കലി ഇവർക്ക് ത്രെട്ട് ഉണ്ട്, ശരിയാണ്. ഗസേന്ന് ഹമാസിന്റെ ത്രെട്ട് ഉണ്ട്, ലെബനോന്ന് ഹിസ്ബുള്ളയുടെ ത്രെട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഹൂത്തികളുടെ ത്രെട്ട് ഉണ്ട്, ഇറാൻ ഇവർക്ക് ത്രെട്ടാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് ത്രെട്ടായിട്ട് വരുന്നത്? ഈ അവിടെയുള്ള ഫലസ്തീനികളെ അവരുടെ വീടുകളിൽ നിന്നും പുറത്താക്കുകയും അവിടെ പുറത്താക്കിയിട്ട് ഇവരവിടെ കയറി പൊറുതി തുടങ്ങുകയും ചെയ്യുന്ന ഈ പ്രക്രിയ, ഈ അധിനിവേശം ഇവർ നടത്തുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത് ത്രെട്ടായിട്ട് മാറുന്നത്. അല്ലാണ്ട് ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോംവഴിയിലോട്ട് ഒരിക്കലും ഇത് എത്തിക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ കാണണം. അപ്പൊ അവരെ ചെയ്യുന്ന ചെയ്തികൾ തന്നെയാണ് അവർക്ക് പ്രശ്നമായിട്ട് മാറുന്നത് എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ ഇന്റർനാഷണൽ പ്രിവിലേജ് ഉള്ള ജേർണലിസ്റ്റുകൾക്ക് പോലും ഇസ്രായേലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ IDF ഉള്ള ഒരു സ്ഥലത്ത് സേഫ് അല്ല എന്നുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങളിലൂടെ എല്ലാം കാണിക്കുന്നത് എന്നുള്ളതാണ്.